പ്രിയപ്പെട്ടവരെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബാലയണ്ണം വന്ന് കരയുന്നുണ്ട്. വേറെ ഒന്നുമല്ല, അരുൺകുമാറാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത്, അല്ലെങ്കിൽ വേറെ ആരുമാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ ഉടായിപ്പ് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. അതായത് മകൾക്ക് 10 പൈസ കൊടുക്കാൻ കഴിയാത്തതിൻ്റെ ഒരു ഇതാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇപ്പോഴും പൈസ ഒന്നും കൊടുക്കാനില്ല. ഇവിടെ സ്വന്തം മകൾക്കല്ലേ കൊടുക്കാൻ വേണ്ടി പറയുന്നത്, അല്ലാതെ വേറെ ആയിരിക്കെങ്കിലും ആണോ? ഇത് എല്ലാ ദിവസവും വന്നിട്ട് എന്താ പറയുക, സൊമാലിയക്കാരുടെ മുന്നിൽ ബിരിയാണി തിന്ന പോലെ ആ പെൺകുട്ടി അവിടെ അതിനെ പഠിക്കാനും ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെടുമ്പോൾ ഇവൻ പറയുകയാണ് 250 കോടി രൂപ ഞാൻ എൻ്റെ കാകിലക്കോടത്തെ, അതായത് മലയാളികൾക്ക് കൊടുക്കാൻ ഇവന് പറ്റത്തില്ല. മലയാളി പെൺകുട്ടികളെ കല്യാണം കഴിക്കുക, അത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അവരെ അങ്ങ് ഉപേക്ഷിക്കുക, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ മുകളിലോട്ട് നോക്കുക. അത് തന്നെയാണ് നടന്നിരിക്കുന്നത്. അതായത് ഇവന് ശരിക്കും മലയാളികൾക്ക് കൊടുക്കാൻ ഇവന് സൗകര്യമില്ല. അതിൻ്റെ ഇത് തന്നെയാണ്, അതിൻ്റെ ചൊറിച്ചലാണ് ഇവൻ കാണിക്കുന്നത്, അല്ലാതെ വേറെയൊന്നുമല്ല. നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ ഇവൻ വലിയ ദാനശീലനോ ഇല്ലെങ്കിൽ വലിയ കൊണാണ്ടറോ ഒന്നും ഒരു ഒലക്കിയല്ല അവിടുന്ന്. ഇവന് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു ഐഡിയയും കൊണ്ടാണ് ഇവൻ നടക്കുന്നത്. ഇവൻ ഇപ്പോൾ പറയുന്നത് എന്താ, എനിക്ക് കേസുണ്ട്, അവിടെ കേസുണ്ട്, ഇവിടെ കേസുണ്ട്, ഇങ്ങനെ കല്യാണം കഴിച്ചിട്ടില്ലേ. അതായത് ഒന്നിനെ മടുക്കുമ്പോൾ മറ്റൊന്നിനാ എന്നിട്ട് ഇപ്പൊ അവസാനം എന്ന് പറഞ്ഞ് ഇവിടെ എത്തിയത് കോകിലേൻ്റെ അടുക്ക. നിങ്ങൾ ആലോചിച്ച് നോക്കറ, പണ്ട് ഇവന് രോഗം വന്നപ്പോൾ ഇവന്റെ മലവും മൂത്രവും വിസർജ്യവും സകലതും എടുത്ത ആ ഡോക്ടർ എലിസബത്ത് എന്ന് പറയുന്ന അതിനെ വഴിയാധാരമാക്കിയിട്ടാണ് ഇവൻ ഈ കോകിലേനെ കെട്ടിയത്. എന്നിട്ട് ഇവൻ അതായത് പിന്നെ എന്താ പറയുക, ഈ എലിസബത്തിനെ പറയാത്തത് എന്തൊക്കെ പറഞ്ഞു ഇവൻ. അതായത് അവരെ വേട്ടയാടിയില്ലേ ഈ ചെങ്ങായിയായിരുന്നു. അതായത് വളരെ മോശമായിട്ട് എലിസബത്ത് എന്ന് പറയുന്ന ആ യുവതിയെ വേട്ടയാടി. പിന്നെ വേറൊരു കാര്യം എല്ലാവർക്കും കിട്ടണം, കാരണം എന്താണെന്ന് വെച്ചാൽ ഇവനെ പോലെയുള്ള ഊളകളുടെ കൂടെ പോകുമ്പോഴേ കൃത്യമായിട്ടും നമുക്ക് എല്ലാവർക്കും കിട്ടും. ഒരു നിലപാടില്ല, അല്ലെങ്കിൽ വേറെയൊന്നുമില്ല. സോഷ്യൽ മീഡിയയിലുള്ള ഒരു പ്രകസനമല്ലാതെ ഇവന് വേറെ എന്താ ഉള്ളത്? ഈ ചെങ്ങാതിക്ക് വേറെ എന്താ? നിങ്ങളൊന്നും പറ. ഈ സോഷ്യൽ മീഡിയയിലും 250 കോടി അല്ലാതെ ഇവന് വേറെ എന്താ ഉള്ളത്? വേറെ ഒരു ഒലക്കിയില്ലാന്നേ ഞാൻ പറയുള്ളൂ. നിലപാടില്ല, അതുപോലെ തന്നെ സംസാരിക്കാൻ അറിയില്ല, ഒരു പൊങ്ങച്ചക്കാരൻ, ഒരു വിടുവായൻ, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു വലിയ സംഭവമൊന്നുമല്ല ഈ ബാല എന്ന് പറയുന്നത്. കുറച്ച് ആൾക്കാരെയും കൂട്ടിയിട്ട് ഇഡ്ഡലിയും പടയും വാങ്ങിച്ചു കൊടുത്തിട്ട് അയാളെ പറ്റിയിട്ട് പൊങ്ങച്ചം പറയിക്കുക, അയാളെ പറ്റിയിട്ട് വലിയ ഇത് പറയിക്കുക. ഇപ്പൊ കുറേ നാളായിട്ട് ഈ ശല്യം ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പോഴും വീണ്ടും വന്നിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, കുറേ നാളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇല്ലാതിരിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ബാലണ്ണന് ഒരു ചൊറിച്ചൽ വന്നു. ആ ചൊറിച്ചൽ ഇപ്പോഴും എന്ന് പറഞ്ഞ് ഏതായാലും ഒന്ന് തുടങ്ങിക്കളയാന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ അരുൺകുമാറിനെതിരെ കയറിയിട്ടുണ്ട്. അതായത് അരുൺകുമാറാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത്, എൻ്റെ ഇത് നശിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇന്നൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു സഹതാപവും തോന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അതായത് ആ പാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അമൃതേനെയും ആ കുഞ്ഞിനെയും വെച്ചിട്ട് ഇയാൾ പറഞ്ഞിരിക്കുന്ന നുണകൾ തെച്ചും വിശ്വസിച്ച് ഇയാൾക്ക് വേണ്ടിയിട്ട് മുറവിളി കൂട്ടിയവരാണ് നമ്മൾ മലയാളികൾ. പിന്നെയല്ലേ ഇവൻ്റെയൊക്കെ സ്വഭാവം അറിയുന്നത്, ഇവൻ എങ്ങനെയുള്ള മനുഷ്യനാണ്, എന്താണ് ഇവൻ, ആരാണിവൻ എന്നൊക്കെ അറിയുന്നത് പിന്നെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിപ്പോയിരുന്നു. അതായത് ഒരു ദിവസം വന്നിട്ട് ഈ അമൃത വിളിച്ചു പറഞ്ഞതാണ് എന്താണെന്ന് വെച്ചാൽ ഇവൻ ശരിയല്ല, ഇവൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നിട്ടും നമുക്ക് വിശ്വസിക്കാൻ ഇതുണ്ടായിരുന്നു. പിന്നെ എലിസബത്തും കൂടി പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഈ ബാല എന്ന് പറയുന്നവൻ ശരിയല്ല. അവന് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഇങ്ങനെ പ്രകസനങ്ങളും, പിന്നെ എന്ന് പറഞ്ഞാൽ അവന് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ കോകിലേനെ കെട്ടിയത് തന്നെ എന്തിനാണെന്നറിയാം, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടും അവൻ്റെ സ്വത്ത് വേറെ എവിടെയും പോകാതിരിക്കാനും വേണ്ടിയിട്ടുമാണ്. അതെന്ന് പറഞ്ഞാൽ പൊതുവേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചില ടീമുകളുണ്ട്, സ്വത്ത് വേറെ എവിടെയും പോകാൻ പാടില്ല, വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചാൽ സ്വത്ത് പോകില്ലേ, അതുകൊണ്ട് തന്നെ ഭയന്നിട്ട് 250 കോടി രൂപന്റെ സ്വത്തില്ല ബാല 1 രൂപ പോലും മകൾക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തരംതാണ പരിപാടിയാണ് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് തൻ്റെ മകൾക്ക് തന്നോട് സ്നേഹമില്ല, മറ്റേതില്ല, ഇതില്ല, അതില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇവൻ്റെ ഒരു പ്രകസനങ്ങൾ. ആദ്യം ഇവൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവൻ നന്നാവാൻ നോക്കുമല്ലേ വേണ്ടത്. ആദ്യം ഇവൻ ഇനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും 250 കോടി ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് ഒരു 50 ലക്ഷം എടുത്തിട്ട് ഇന്നാ മോളെ നീ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ചെയ്യാറുന്നില്ല, 1 കോടി എടുത്തിട്ടെങ്കിലും, എന്നാലും എരന്നിട്ട് 49 രൂപ കോടിയില്ലേ, എന്നാലും ഇല്ലേ ഇവൻ്റെ കയ്യിൽ എരന്നിട്ട് 49 കോടി, അതുപോലെ ഇവന്. എന്നിട്ട് ഇവൻ ഈ കളിയൊക്കെ കളിക്കുന്നത് എന്തിനാ ഞാൻ പറയുന്നത്? എന്നിട്ട് ഇവൻ വെറും ഒരു മണഗുണാഞ്ചൻ്റെ കളിയാണ് ഇവൻ കളിക്കുന്നത്. കാരണം വെച്ചാൽ അത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു എന്നാണോ ഇവൻ എന്തൊക്കെ പ്രകസനങ്ങളാണ് കാണിക്കുന്നത്. എടാ നാണമില്ല ഇവനൊന്നും നടന്ന്. മലയാളി പെമ്പിള്ളേർ കല്യാണവും കഴിച്ചിട്ട് എന്നിട്ട് പിന്നീട് വന്നിട്ട് വലിയ ഇളപ്പളക്കം നടന്ന് എന്തിനാ ഇങ്ങനെ നിന്നത് കല്യാണം കഴിക്കുക? അതാണ് ഞാൻ ചോദിക്കുന്നത്. അന്നിവെന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമായിരുന്നു, അല്ലെങ്കിൽ ഇതാണ് കുറേ നാൾ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയപ്പെട്ടത് തന്നെയെന്ന് പറഞ്ഞാൽ ആ പെണ്ണിൻ്റെ പേരിലാണെന്ന് എനിക്ക് തോന്നുന്നത്.
അതായത് സിനിമയിൽ ഹിറ്റാകാൻ കഴിഞ്ഞില്ലെങ്കിലും ആള് ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഊളത്തരങ്ങൾ കൊണ്ട് ഹിറ്റായി എന്നേ ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് ബാലെ, നീ ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തിക്കൊണ്ട് നിന്റെ തോന്നിയവാസ കളികളെ, നിനക്ക് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, അത് നീ തന്നെ അനുഭവിക്കണം. അല്ലാതെ എന്ന് പറഞ്ഞാൽ വേറെ ആരും വന്ന് അനുഭവിക്കത്തൊന്നുമില്ല. ഇനിയിപ്പോൾ അരുൺ കുമാറിനെതിരെ നീ പറഞ്ഞ കാര്യങ്ങൾ അരുൺ കുമാറുമായിട്ട് തീർക്കണം. അല്ലാതെ അരുൺ കുമാറാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എത്ര ആൾക്കാരെ ജീവിതം നശിപ്പിച്ചു? അതായത് ഒന്നും അറിയാതെ ആ ഒരു അമൃത എന്ന് പറയുന്ന ആ സഹോദരിയുടെ, അതുപോലെ തന്നെ എലിസബത്ത് എന്ന് പറയുന്ന ആ ഡോക്ടറുടെ ജീവിതം, നിന്റെ എല്ലാ കാര്യത്തിനും നിന്ന്, അല്ലെങ്കിൽ നിന്റെ എല്ലാ തെമ്മാടിത്തരത്തിനും കൂട്ടുനിന്ന്, ആ പണ്ട് തോക്കിൽ വരെ കൂട്ടുനിന്നതാണ് ഈ എലിസബത്ത് എന്ന് പറയുന്നത്. എന്നിട്ടും നീ നിഷ്ഠൂരമായിട്ട് അവരെ ഒഴിവാക്കിയില്ലേ? അതായത് ഒരാളോട് പോലും, ഒരു സ്ത്രീകളോട് പോലും ഒരു റെസ്പെക്റ്റോ ഇല്ലെങ്കിൽ ഒരു സ്നേഹമോ കരുണയോ ഒന്നുമില്ലാത്തൊരു വ്യക്തി തന്നെയാണ് ഈ ബാല. ഇയാളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ബളബള അടിക്കുന്നതിന് ചിരിക്കുകയും കൈകൊട്ടുകയും പിന്നെ എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവൻ്റെ ബളബളക്ക് കൂട്ടു നിൽക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ നല്ല മനുഷ്യന്മാർ തന്നെയാണ്. അവരെ പോലെ നല്ല മനുഷ്യന്മാർ വേറെയില്ല. ഇവൻ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടി നടക്കുന്ന ചില ആൾക്കാർ ഉണ്ടോ ഇവൻ്റെ കൂടെ? ഇല്ല. എന്തുകൊണ്ടാണ്? അതൊക്കെ ഇവ ഫെയിമിന് വേണ്ടിയിട്ട് കൂട്ടി നടക്കുകയും പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഇവൻ അവരെല്ലാം നൈസിൽ ഒഴിവാക്കുകയും ചെയ്യും. അതാണ് എന്തിനധികം ഇവൻ പല ആൾക്കാരെ വെച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിം ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. ഓരോ സമയത്തെന്ന് പറഞ്ഞ് എന്നിട്ട് അവരെ തള്ളിക്കളയും. ഇപ്പൊ കുറെ നാളുകളായിട്ട് ഇവന്റെ ശല്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇവനെതിരെ ആരും വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ ആരും സംസാരിക്കാനോ വരുന്നില്ല. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് 250 കോടിയെല്ലാം ഞാൻ എഴുതി കൊടുത്തു. ഇനി എൻ്റെ കയ്യിലൊന്നും പൈസയില്ല, ഞാൻ പാപ്പരാണ്. ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ കോകില വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ പച്ചക്ക് പറ്റിക്കാൻ വേണ്ടിയിട്ടും അവരുടെ സഹതാപം നേടിയെടുക്കാൻ വേണ്ടിയിട്ടും അയ്യോ ഈ അമ്മയെ ബാല പോയി, ബാലക്ക് വീടില്ല എന്നൊക്കെ ജനങ്ങളെ കൊണ്ട് പറയിക്കാനുള്ള ഒരു മൂവ്മെന്റ്. എന്തിനാടോ ബാല ഇങ്ങനെ നിൽക്കുന്നത്? അതായത് എന്തിനീ ഈ നമ്മൾ മരിക്കുമ്പോൾ ഈ പൈസ കൊണ്ടുപോവോ? അത് ആവശ്യക്കാർക്ക് കൊടുത്തൂടെ? തൻ്റെ മകളല്ലേ ഒന്നുമില്ലെങ്കിൽ കൊടുക്കടോ കുറച്ച് കോടികളോ ലക്ഷങ്ങളോ കൊടുക്കാറുന്ന്. എന്തിനീ 250 രൂപ ഇല്ലോനല്ലേ? 250 രൂപ കോടി ഇല്ലോനല്ലേ? അല്ലാതെ വേറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പണിയെടുത്തുണ്ടാക്കിയതാണെന്ന് ഓക്കെ, കുഴപ്പമില്ല. പാരമ്പര്യമായി കിട്ടിയ 250 കോടി രൂപ സ്വത്തുണ്ട്. ആ സ്വത്തിൻ്റെ അകത്ത് നിന്ന് 1 കോടിയല്ലേ ചോദിക്കുന്നുള്ളൂ. എന്നാൽ പിന്നെ എന്നിട്ട് പറയും ഞാൻ നാട്ടുകാർക്കൊക്കെ എന്തൊക്കെ പൊളുത്തിയിട്ടുണ്ട്, നാട്ടുകാർക്കൊക്കെ ഞാൻ എന്തൊക്കെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, നാട്ടുകാർക്കൊക്കെ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ആരെങ്കിലും എന്താ കുടയുണ്ടോ എന്ന് ചോദിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനിയും തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തള്ളു നിർത്ത്. അതായത് നിന്റെ പ്രശ്നം യഥാർത്ഥത്തിൽ എന്താന്ന് നിന്റെ ഏതെങ്കിലും ആൾക്കാരോട് ചോദിക്കേ. നിന്റെ കൂട്ടുകാർ ഒരിക്കലും പറയത്തില്ല. കാരണം എന്താ വെച്ചാൽ നല്ലോണം തിന്നാനും കുടിക്കാനും കിട്ടുന്നുണ്ടാവും. തിന്നാനും കുടിക്കാനും കിട്ടിക്കഴിഞ്ഞാൽ നിന്നെ പറ്റിയിട്ട് വാനോളം പുകഴ്ത്തി പറയാൻ ആൾക്കാരുണ്ടാകും. മറ്റുള്ളവരുടെ മുന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമാളി വേഷം കെട്ടാതെ പോയിട്ട് ശരിക്കും ഒരു കോടിയാ 1.5 കൊടുത്തിട്ട് ഒഴിവാക്കാറുന്ന്. അതാണ് വേണ്ടത്. മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന എന്തിനാണ് വെറുതെയെങ്കിലും? നിന്നെ കാണുമ്പോഴേ എനിക്ക് ചിരിയാന്ന് വരുന്നത്. കാരണം അത്രയും കോമാളിയാണ് നീ. അത് മനസ്സിലാക്കി. ഇങ്ങനെയൊരു കോമാളിത്തരമുള്ള മനുഷ്യൻ 250 കോടി സ്വത്തിന് ഉടമയാ പോലും ആയിരുന്നു. നാണം, കഷ്ടമായിരുന്നു. ബൈ ബൈ.